എൻ്റെ പേര് ബാഹുലേനാണ്. തനുവച്ചുരം സ്വദേശിയാണ്. ദേശീയ കായികതാരമാണ്. ഞാൻ ഈ ലൈവിൽ വരാനുള്ള കാരണം 2-3 ദിവസത്തിനകം ചേർത്തല മികച്ച കായിക തരത്തിനുള്ള ഈ വർഷത്തെ 2025 മികച്ച കായിക തരത്തിനുള്ള കാരുണ്യ പ്രവർത്തനം ചെയ്ത ധനുവച്ചുരം ബാഹുലിനെ അവാർഡ് തന്ന് ഒരു ക്ഷേത്രത്തിൽ ആദരിക്കുക ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവിൽ അവരിപ്പോൾ പറഞ്ഞുകൊണ്ടാണ് വന്നത്. ചേർത്തല എന്ന ആക്സൻ പോർട്ട് സംഘടിപ്പിക്കുന്ന അവിടെ നമുക്ക് അവാർഡിന് ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയും ഇപ്പോൾ നൽകുന്നത്. കായിക രംഗത്ത് മികച്ച കാരുണ്യ പ്രവർത്തനം ചെയ്തതിനുള്ള 5.5 ലക്ഷം രൂപ ക്യാൻസർ രോഗിക്ക് സഹായിച്ചുകൊണ്ടുള്ള അവാർഡാണ് ഈ വർഷത്തെ 2025 ഓണത്തിൻ്റെ വാരമായി നടത്തുന്ന അവാർഡാണ്. അതിലേക്ക് എനിക്ക് അവാർഡിന് എന്നെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് എന്നെ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മികച്ച കായിക തരത്തിനുള്ള ഈ വർഷത്തുള്ള കാരുണ്യ പ്രവർത്തന ജീവൻ രക്ഷാ മാരത്തോണാണ് അവാർഡിന് പ്രഖ്യാപിച്ചതെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. അവാർഡിന് പോകുന്നുണ്ട്. ഞാൻ മെനിഞ്ഞാന്നൊരു ഇതിലേക്ക് പോയി ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുവിൻ്റെ അവിടെ നിന്ന് ദീപശിഖയും പിടിച്ചുകൊണ്ട് കുറച്ച് ദൂരം ഓടി. എനിക്കൊരു അറ്റാക്ക് വന്നതാണ്. എനിക്ക് പേടിയുണ്ടായിരുന്നു വല്ലതും സംഭവിക്കുമെന്ന്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. വീണ്ടും അടുത്ത ക്ഷേത്രത്തിലേക്ക് ഓടി. അങ്ങനെ 5-6 ക്ഷേത്രത്തിൽ ഞാൻ ഓടി കഴിഞ്ഞതിന് ശേഷം ഇന്നലെ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇന്ന് ഒരു വൈകുന്നേരം ആയപ്പോൾ അവർ ഫോൺ വിളിച്ച് പറഞ്ഞ് മികച്ച കായിക തരത്തിനുള്ള ഈ വർഷത്തെ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നതിനുള്ള അവാർഡ് ധനുവച്ചുരം വൈദ്യംപ്ലാവത്ത് വീട്ടിൽ ബാഹുലേനാണെന്ന് പറയുന്നു. അങ്ങനെ എനിക്ക് അവാർഡിന് വീണ്ടും അർഹത ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. വളരെ ഒരു സന്തോഷമുണ്ട് മനസ്സിൽ. എന്നാലും ഇന്നലെ ആ ഓട്ടം ഓടിയപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഇടവേളയ്ക്ക് ശേഷമാണ് ഓടുന്നത്. ഒരു അറ്റാക്ക് വന്നതിന് ശേഷം ആ ജനങ്ങൾ മുമ്പേ ഓടി. അതുപോലെ ഒരു ദിവസം ക്യാൻസർ രോഗിക്ക് ഞാൻ ഓടി. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ദൂരം ഓടി, കുറച്ച് ദൂരം നടന്നു. അത് ഒരു ദൈവത്തിൻ്റെ അംഗീകാരം കൊണ്ട് തന്നെ ഓടിക്കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് ക്യാൻസർ രോഗിക്ക് 2 പേർക്കും കുറച്ച് പൈസയ്ക്കും പിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു ദൈവം തന്ന ഇതാണ്. ഒറ്റക്ക് വന്നിട്ടും നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. സൂര്യൻ ഉദിച്ചു വരും, പട്ടികൾ കുറിക്കും, സൂര്യൻ ഉദിച്ചു തന്നെ പോകും എന്ന് പറയും പോലെ അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് കണ്ണുനീർ നിറയും. ആരെയും ഞാൻ ദ്രോഹിച്ചിട്ടില്ല. അപ്പോൾ ഇന്നലെ ഓടിക്കഴിഞ്ഞു. അതിൽ വളരെ സന്തോഷമുണ്ട്. ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്തു നിന്ന് സ്വാമി ദീപശിഖ കൈമാറിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഒരു ഭാവമായിരുന്നു. ഓടുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമോ എന്താണെന്ന്. എന്നാലും ഞാൻ ഓടി. കുറേ ദൂരം, ഒരു 1/2 കിലോമീറ്ററിൽ കൂടുതൽ ഓടി. അടുത്ത ക്ഷേത്രം എത്തിയപ്പോൾ വീണ്ടും ഓടി. അങ്ങനെ 5-6 ക്ഷേത്രം ഓടിക്കഴിഞ്ഞിരിക്കുന്നതെന്ന് തന്നെ പറയാം. വീട്ടിലുള്ളപ്പോൾ ഒരു അറിഞ്ഞിട്ടില്ല, ഇങ്ങനെ ഓടല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും ഞാൻ ഓടി. അതുപോലെ ഒരു ദിവസം ക്യാൻസർ രോഗിക്ക് വേണ്ടി ഓടി ഈ ഓണത്തിന് മുമ്പേ. അന്ന് പറ്റുമെന്ന് നോക്കിയപ്പം പറ്റും, കുഴപ്പമില്ല. എല്ലാവർക്കും പേടിയാണ്. ആ സ്വപ്നത്തിൽ പോലും ഞാൻ നേരിച്ചില്ല തിരിച്ച് ഓട്ടത്തിലേക്ക് വരുമെന്ന്. ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഒരു അറ്റാക്ക് വന്നതിന് ശേഷം ഓടുമെന്ന് നടന്നു പോകാൻ 1/2 മണിക്കൂർ നടക്കുന്നുണ്ട്. ഓട്ടത്തിലേക്ക് വരില്ല. എങ്ങനെയൊക്കെ ഞാൻ ശബരിമലയിൽ നടന്നേക്ക് എത്തുമെന്ന് ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് എന്ത് വന്നാലും ദൈവം സഹായിക്കുമെന്നുള്ള അയ്യപ്പൻ്റെ ശക്തിയും ആറ്റുലമ്മ ശക്തിയും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അത് സഹിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓടുന്നത്. എല്ലാ നാട്ടുകാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ വർഷം എങ്ങനെയൊക്കെ ഒരിക്കൽ കൂടി ശബരിമലയിൽ പോകുന്നു. അതോടെ വിട പറയുന്നുണ്ട്. ഇനി ഞാനില്ല എന്നുള്ള നടന്നു തന്നെ പോവുമോ, ചെറുതായിട്ട് ഓടാൻ പറ്റുമെന്നേ ഉള്ളൂ. എന്നാലും ജനങ്ങളുടെ മുമ്പേൽ ഞാൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയില്ല. എല്ലാം ദൈവത്തിൻ്റെ ഭാഗ്യമാണ്. അത് ദൈവം കടാക്ഷിച്ചതാണെന്ന് പറയാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ചേർത്തലയിലെ അവാർഡിലേക്ക് പോകുന്നു. എല്ലാവരും കാത്തിരിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. എൻ്റെ വീട് കൊച്ചു ഗ്രാമം എന്ന് പറയുന്നത് ധനുവച്ചുരത്താണ്. ആ ഗ്രാമത്താണ് ഞാൻ ജനിച്ചത്. അത്തരം ഒരു സമൂഹത്തിൻ്റെ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലും പങ്കെടുത്തു. നിരവധി മത്സരങ്ങൾ പങ്കെടുത്തതിന് ശേഷമാണ് ഈ അവാർഡ്. വലിയ മനസ്സിൽ ദാനിച്ച ഒരു അവാർഡാണ് ഇത്. ചേർത്തലയിൽ നിന്ന് ഒരിക്കലേക്ക് മായ്ക്കണമെന്നുണ്ടായിരുന്നു. അത് അവിടുത്തെ സംഘടനക്കാരും അവിടുത്തെ ഭാരവാഹികളും എല്ലാവരും അറിയിച്ചുകൊണ്ടാണ് ഈ ലൈവിൽ ഞാൻ എത്തി നിങ്ങൾ മുമ്പേ എത്തിയത്. ഇനി അവാർഡ് വാങ്ങിച്ചതിന് ശേഷം ഞാൻ ബാക്കിയുള്ളത് പറയണതാണ്. എൻ്റെ സമൂഹം എന്ന് പറയുമ്പോൾ പാറശാല മുതൽ കാസർഗോഡ് വരെ 660 കിലോമീറ്റർ 9 ദിവസം കൊണ്ട് ഓടിയെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം അതിശയം തോന്നുന്നുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ ഇത്രയും പാടുപെട്ട എനിക്ക് എന്തുമാത്രം രാപകലില്ലാതെ ഓടിയ എനിക്ക് അതൊക്കെ അന്നത്തെ കാലം ഓർമ്മിച്ച ഇന്ന് കണ്ണുനീര് മാത്രം. ഓടാൻ സാധിക്കുന്നില്ല.
ഇത്രയും കിലോമീറ്റർ വരെ നേമം വരെയൊക്കെ ഒരേ വാക്ക് ഓടിയിട്ട് തിരിച്ച് എഴുതണ്ടങ്ങാണി വരെയൊക്കെ ഓടുന്നു. ഇതാണ് ശബരിമലയിൽ ആദ്യം ഓടി ഞാൻ, ഗുരുവായൂരിൽ ആദ്യം ഓടി ഞാൻ, പാറശാല മുതൽ കാസർഗോഡ് വരെ ഓടിയ, തൃക്കാക്കര ക്ഷേത്രം വരെ ഓടിയത്, കന്യാകുമാരി വരെ ഓടിയത് എല്ലാം ഞാനാണ് ചെയ്തു. ഈ പ്രായത്തിൽ ഇനി ഒരു മനുഷ്യൻ ഉണ്ടായി ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നലെ അനിയനും പറയുന്നുണ്ട്, മാറിക്കൊടു, പുതിയ താരങ്ങൾ കയറട്ടെ, നിങ്ങളെ പോലെയുള്ളവർ അങ്ങ് നിർത്തി മാറിക്കൊടുക്കുക. ഞാനും നിർത്തി കഴിഞ്ഞു. എന്നാലും ക്യാൻസർ രോഗികൾക്കും ഒരു രോഗിക്കും കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു പുണ്യ പ്രവർത്തനമെന്നാണ് എനിക്ക് പറയുക. എന്നെ കണ്ടേക്കും ബാക്കിയുള്ളവർക്കും സഹായം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഓടുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. എല്ലാവർക്കും സന്തോഷത്തോടെ ഞാൻ തിരിച്ച് എത്തിക്കഴിഞ്ഞിരിക്കുന്നുണ്ട്. രോഗികൾക്ക് വേണ്ടി ഓടും. അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട് അവാർഡ് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് വാർത്താ ചാനൽ വഴി കാണാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. എല്ലാവർക്കും ഈ ലൈവിൽ വന്നവർക്കും ആ പ്രേക്ഷകർക്കും എല്ലാം നന്ദി.